ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് ബേക്ക് കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടാണ്. ഞാൻ ഫുൾ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് പാർട്ടിൻ്റെ അങ്ങനെ പാർട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇതിരിക്കുന്നത്. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ല, ഇൻസ്റ്റയിൽ ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്ക് പാർട്സ് ആയി കിട്ടും. ഓൾസോ സബ്സ്ക്രൈബ് യൂട്യൂബിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാർട്സ് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലി ബിഗിനേഴ്സിനുള്ളതാണ്. ഒരു പ്രോ ആംഗിളിൻ്റെ കാര്യം ആംഗിളേഴ്സിൻ്റെ കാര്യം ഞാൻ അവിടെ പറയുന്നില്ല, പക്ഷേ ടോട്ടലി ബിഗിനേഴ്സിനുള്ളതാണ്. ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഇതേ ഫസ്റ്റ് ബേക്ക് കാസ്റ്റിംഗ് കാണിച്ചിട്ട് ഞാൻ തുടങ്ങാം. ഓക്കെ, ഇതാണ് ബേക്ക് കാസ്റ്റിംഗ്. ഓക്കെ, ബേക്ക് കാസ്റ്റിംഗ് റീൽ സ്പിന്നിങ് പോലെയല്ല. നമ്മൾക്ക് ഇതിൽ 2 ഹാൻഡിൽസ് വരും. സ്പിന്നിങ്ങിന് ഒറ്റ ഹാൻഡിലേ വരുള്ളൂ. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെച്ചോളണം. ഓക്കെ, എന്നിട്ട് ഇതാണ് തമ്പാർ. ഓക്കെ, ഇത് അമർത്തുമ്പോഴാണ് ഇതിൽ നിന്ന് നൂല് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, സ്പൂളിൽ നിന്ന് നൂല് പുറത്തേക്ക് പോകുന്നത്. നമ്മളുടെ നോർമൽ റീല് പോലെയല്ല. ഓക്കെ, നോർമൽ റീലിന് നമ്മൾ ബെയിലാം തുറക്കുമ്പോഴാണ് നമ്മളെ ഒരു വട്ടം കണ്ടിട്ടില്ലേ റീലിൻ്റെ പുറത്തുള്ള, അതാണ് ബെയിലാം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോഴാണ് അതിൽ നിന്ന് നൂല് റിലീസ് ആവുക. അതുപോലെ തന്നെയാണ് ഇതിൽ തമ്പാർ അമർത്തുമ്പോഴാണ് ഇതിൽ നിന്ന് നൂല് റിലീസ് ആവുക. ഓക്കെ, സെക്കൻഡ് വൺ ഹാൻഡിൽസാണ്. ഈ ഹാൻഡിൽസാണ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹാൻഡിൽ തിരിച്ചാലും നൂലുള്ളിലേക്ക് കയറുള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം. ഓക്കെ, ഡബിൾ ഹാൻഡിൽസാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തേർഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗാണ്. ഓക്കെ, ഇതാണ് ഡ്രാഗ്. ഓക്കെ, ഈ ജസ്റ്റ് ഹാൻഡിലിൻ്റെ തൊട്ടെപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുമായിരിക്കും ഹാൻഡിൽസ്. ഡ്രാഗ് എന്ന് പറയുന്ന സംഭവം വരിക. നമ്മളെ നൂല് എത്ര വലിഞ്ഞു പോകണം, എത്ര പോവണ്ട എന്ന് തീരുമാനിക്കുന്ന സാധനമാണ് ഡ്രാഗ്. ഓക്കെ, ഇനി തേർഡ് വൺ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 കാര്യങ്ങളാണ് ഈ ബാലൻസ് വരുന്നത്. ഇതാണ് തേർഡ് വൺ, ടെൻഷൻ നോബ്. നമ്മളുടെ സ്പൂളിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, നമ്മളെ സ്പൂള് എത്ര നൂല് പോകണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ടെൻഷൻ നോബ്. ഓക്കെ, ഇത് നമ്മൾ എത്ര ടൈറ്റ് ആക്കുന്നു, എത്ര ലൂസാക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ സ്പൂള് ടൈറ്റാവും, ലൂസാവും. ഓക്കെ, ആൻഡ് ലീസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ബ്രേക്കിംഗ് സിസ്റ്റം. ഓക്കെ, ഇത് നമ്മൾ എത്രയിലിടുന്നോ നമ്മളുടെ ടാക്കിൾസിനനുസരിച്ചിട്ടാണ് നമ്മളിടുക. ഇപ്പോൾ 5 ഗ്രാമാണ്, അല്ലെങ്കിൽ വിൻഡിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിടണം. അപ്പോൾ അതാണിത്. ഓക്കെ, നമ്മൾ എത്രയിലിടുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ കാസ്റ്റിങ് പോവുക. ഓക്കെ, അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കുന്ന അറിയാത്തൊരു കുറേ പേരുണ്ട്. അപ്പോൾ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആക്കുന്നൊരു ഇതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ സാധനം ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഇത് മുകളിലേക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്പൂണിൻ്റെ ഇത് എടുക്കാൻ കിട്ടും. ഓക്കെ, എന്നിട്ട് നേരെ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. കണ്ടില്ലേ, മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ നമുക്കിത് വയ്ക്കാം, റീപ്ലേസ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഈ സാധനം തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോട്ടോ. ഇപ്പോൾ തന്നെ സബ് ചെയ്ത് വെച്ചോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.